എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അന്ധനായ ബർത്തിമയെ സൗഖ്യമാക്കിയ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം പാസ്റ്റർ രാജേഷും പാസ്റ്റർ ജോൺ ജോയിയും എത്തിയിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ രാജേഷ് തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോൺ ജോയ് കൊട്ടാരക്കര സ്വദേശിയാണ്. ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അന്ധനായ ബർത്തിമയെ സൗഖ്യമാക്കിയ അത്ഭുതം. ബർത്തിമയി ആരായിരുന്നു പാസ്റ്റർ? ബർത്തിമയി ഒരു അന്ധനായ മനുഷ്യനാണ്. അവൻ്റെ മാതാപിതാക്കന്മാർ അവനെ കൈക്ക് പിടിച്ച് വൈദ്യ സൈഡിൽ കൊണ്ടിരുത്തിയിരിക്കുക, വരുന്നവരോടൊക്കെ ഭിക്ഷ യാചിക്കാൻ. ആ കിട്ടുന്ന ചില്ലിക്കാശ് അവർക്കൊരാദായമാണ്. അങ്ങനെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് ഈ ബർത്തിമയെ. ഈ ബർത്തിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ജന്മം മുതൽ അവൻ അന്ധനായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്രകാരം ഭിക്ഷ ഇരക്കുവാനായിട്ട് അവിടെ വന്നിരുന്നതും എല്ലാ ദിവസവും ഇങ്ങനെ ഭിക്ഷ യാചിക്കുവാനായിട്ട് ആരോ കൊണ്ടിരുത്തുന്നു, ആരോ കൊണ്ട് മടക്കിക്കൊണ്ട് പോകുന്നു. അതുപോലെയാണ് ബർത്തിമയി അവിടെ ഇരുന്ന് ഇപ്രകാരം ഭിക്ഷ യാചിക്കുകയാണ്. അന്ധനായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വചനം പറയുന്നു. അപ്പം അന്ധനായ ബർത്തിമയി എങ്ങനെ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു? ആ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് യേശുക്രിസ്തു അതുവഴി ശിഷ്യന്മാരും ആളുകളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. ഇവനിങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ട് വരുന്നവരോടൊക്കെ ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ സാധാരണ താൻ കേൾക്കുന്നതിനും കാണുന്നതിനും അല്ലെങ്കിൽ താൻ കേൾക്കുന്നതിനും അപ്പുറമായിരിക്കും ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഒത്തിരി ആളുകളിങ്ങനെ നടന്നു വരുന്നു, ആളുകളൊക്കെ ശബ്ദം വയ്ക്കുന്നു. അപ്പോൾ സാധാരണ വഴിയാത്രക്കാരേക്കാൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സംഭവം നടന്നപ്പോൾ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അടുത്ത് നോക്കിയിട്ട് എന്താണ് ഇന്ന് ഈ ആരവാരത്തിൻ്റെയൊക്കെ ശബ്ദമെന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, യേശുക്രിസ്തു ഇതുവഴി വരുന്നു, ആളുകൾ അവനെ ഫോളോ ചെയ്യുന്നു, അതാണ് നീ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ബർത്തിമയ്ക്ക് കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ട് കാണാനും കഴിയത്തില്ല. യേശു ക്രിസ്തു വരുന്നു എന്ന് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞത് മുഖാന്തരം മനസ്സിലായി അല്ലേ? പക്ഷെ ബർത്തിമയ്ക്ക് എത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ അപേക്ഷിച്ചാൽ എന്നെ സൗഖ്യമാക്കും എന്ന്. ഇവിടെ ബർത്തിമയി ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം അസുഖക്കാർക്ക്, രോഗികൾക്ക് ഒരു ആശ്വാസദായകനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയാൽ ആ വ്യക്തി മുഖാന്തരമായിട്ട് ആ ദേശം മുഴുവനും ആൾക്കാർ അറിഞ്ഞിരിക്കും. പ്രത്യേകിച്ചും അസുഖമുള്ളവരായ വ്യക്തികളൊക്കെ അറിഞ്ഞിരിക്കും ഇപ്രകാരം അത്ഭുതം പ്രവർത്തിക്കുന്ന, സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന് തീർച്ചയായിട്ടും അറിയാത്തവരാരും ഉണ്ടായിരുന്നിരിക്കുകയില്ല. ആ ദേശം മുഴുവൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ബർത്തിമയിയോടും പലരും വന്ന് പറഞ്ഞിരിക്കണം. പലരും ചിലപ്പോൾ ദിവസേന നിത്യേന അവന് എന്തെങ്കിലും കൊടുക്കുന്നവരുണ്ടായിരിക്കണം. അവനെ സ്നേഹിക്കുന്ന 1-2 പേരെങ്കിലും അവിടെ കാണണം. അപ്പം അവരെങ്കിലും വന്ന് പറഞ്ഞിരിക്കണം കർത്താവായ യേശുവിനെ കുറിച്ചും അവൻ ചെയ്തതായ നന്മകളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെയും പലരും ബർത്തിമയിയോട് വന്ന് പറഞ്ഞിരിക്കണം. അപ്പം ആ പറഞ്ഞതിൻ്റെ അറിവ് വെച്ചാണ് നസറനായ യേശു അവന് സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന ചിന്ത അവനിൽ ഉണ്ടായിരുന്നു. അല്ല, മാത്രമല്ല അവനെ സംബന്ധിച്ച് അവൻ ചോദിച്ചാൽ ആരാണ് വരുന്നതെന്ന്. ഒരു പക്ഷേ അവനോട് മറുപടി പറഞ്ഞ ഈ ആൾ ഒരുപക്ഷെ അവനെക്കുറിച്ച് യേശുക്കുറിച്ച് 2 വാക്ക് പറഞ്ഞു കാണും. നിൻ്റെ ഈ അവസ്ഥയിലിരിക്കുകയല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, യേശുക്രിസ്തു വരുന്നെങ്കിൽ നീ ഒന്ന് അപേക്ഷിച്ച് നോക്കാനും കൂടി ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകും. അതാണ് അവൻ യേശുക്രിസ്തു വഴിയാത്ര വരുമ്പോഴത്തെ അവനെ ഉത്തേജിപ്പിച്ച അല്ലെങ്കിൽ ഒരു പ്രത്യാശ നൽകിയൊരു വിഷയം. അപ്പം കർത്താവായ യേശു ക്രിസ്തു അതുവഴി വരുമ്പോൾ വലിയ ഒരു ജനക്കൂട്ടം കർത്താവായ യേശു ക്രിസ്തുവിന് ചുറ്റും ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? അപ്പം ഈ കുരുടനായ ബർത്തിമയി എങ്ങനെ യേശു ക്രിസ്തുവിനെ കാണാൻ വേണ്ടി പോകും? ബർത്തിമയിക്ക് കാണാൻ കഴിയത്തില്ല. അവന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു വരുന്നു എന്നുള്ള യഥാർത്ഥ ബോധ്യം അവനുണ്ടായി, അല്ലെങ്കിൽ മനസ്സിലായി. അതിന് പ്രകാരം അവൻ അവിടെ ഇരുന്നുകൊണ്ട് സാധാരണ വഴിയാത്രക്കാർ പോകുമ്പോൾ അവരുടെ മുമ്പിൽ അവന് സ്പീഡിൽ പോകുന്നവർ കാണും, സ്ലോയിൽ വരുന്നവർ കാണും, ശ്രദ്ധിക്കാതെ പോകുന്നവർ കാണും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ യാത്രയിടയിൽ അവനെ ഒരിക്കലും മറികടന്ന് പോകരുതെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ സൗഖ്യം എനിക്ക് ആവശ്യമാണ് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഒന്ന് ഉറക്കെ വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവൻ ഉറക്കെ വിളിച്ചപ്പോൾ അവിടെ അടുത്ത് ഇരുന്ന് ആരോടോ ചോദിക്കുകയാണ്, ഇത് എന്താണ് ഈ സൗണ്ട്? അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കണം കർത്താവായ യേശുവാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അത് കേട്ട മാത്രയിൽ മറ്റൊന്നും ചിന്തിക്കാതെ വളരെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് അവൻ വിളിച്ചു പറയുകയാണ്.
അപ്പം അത് ഇപ്പം ചോദിച്ചു അത് എന്ത് സംഭവിച്ചു എന്ന്. അവിടെ അപ്രകാരം വിളിച്ചു പറഞ്ഞതായ സമയത്ത് കർത്താവ് യേശുവിനോടത്ത് നടന്നു പോയവർ ചിലർ മടങ്ങി വന്ന് ഇവൻ്റെ അടുത്തിൽ വന്ന് മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് ശാസിക്കുകയാണ്. ഇപ്പൊ എത്ര നിരാശയുള്ളൊരു കാര്യമാണ്. അവർ വിചാരിക്കുകയാണ് ഇവൻ കർത്താവ് യേശുവിനോട് 500 1000 ചോദിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വെള്ളിക്കാശ് ചോദിക്കുകയായിരിക്കും. ആ ഒരു ചിന്തയല്ല അവനിൽ ഉണ്ടായിരുന്നത്. അവൻ യാചിക്കുകയല്ല, പണത്തിന് വേണ്ടി യാചിക്കുകയല്ല അവിടെ, മറിച്ച് എന്നോട് കരുണയുണ്ടാകണമേ എന്ന് സൗഖ്യത്തിനായിട്ട് ഒരു നിലവിളിയാണ് ഇവിടെ ഈ ഭർത്തിമായി അവിടെ കാണിക്കുന്നത്. എന്നാൽ മറ്റു ആരോ ചിലർ, ആരാണെന്ന് പറയുന്നില്ലെങ്കിൽ തന്നെയും ആരോ ചിലർ മടങ്ങി വന്ന് ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഇവനെ ശാസിക്കുകയാണ്, മിണ്ടാതിരിടാ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നിട്ടും അത് ചെവി കൊള്ളാതെ, അത് കേൾക്കാതെ വീണ്ടും ഉച്ചത്തിൽ യേശു കേൾക്കണം എന്നതായ പൂർണ്ണ ഉറപ്പോടുകൂടി ഈ ഭർത്തിമായി നിലവിളിക്കുകയാണ് വീണ്ടും, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ വിളി കേട്ടോ പാസ്റ്റർ? യേശുക്രിസ്തു അവൻ്റെ ശബ്ദത്തിനകത്തുള്ള ആത്മാർത്ഥത മനസ്സിലാക്കി. അതെ, സാധാരണ നമ്മൾ വിളിക്കും, പക്ഷേ ആത്മാർത്ഥത ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അവൻ ആവശ്യക്കാരാണെന്ന് മനസ്സിലാക്കി ആ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു അവിടെ നിന്നു. അതുമാത്രമല്ല വിളിയിലൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവർ വിളിക്കുന്നത് പോലെ യേശുവേ എന്ന് മാത്രമല്ല വിളിക്കുക, അവൻ വിളിക്കുകയാണ് ദാവീദ് പുത്ര. ആ വിളിയിൽ ഒരു വലിയൊരു അർത്ഥം അടങ്ങിയിട്ടുണ്ട്. ആ വിളിയിൽ ഇവൻ ഭർത്തിമായി കർത്താവിനെ കുറിച്ച് കേൾക്കുന്നതായ സമയത്ത് പണ്ട് സമയത്ത് അപ്പോസ്തലന്മാരിൽ പലരും, അതായത് ഫിലിപ്പോസും നഥാനിയിലും ഒക്കെയും കാണുന്ന സമയത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്നത് നഥാനോട് പറയുകയാണ്, ഞാൻ ന്യായപ്രമാണ പുസ്തകത്തിൽ മോശ പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ, മോശ പറഞ്ഞ മിശികയെ കണ്ടെത്തിയിരിക്കുന്നു. അപ്രകാരം ആരോ വന്ന് ഭർത്തിമയോട് പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തു വരുവാനുള്ളതായ മിശികയാണ് എന്ന് പറഞ്ഞിരിക്കാൻ ആ വിശ്വാസം എൻ്റെ ഉള്ളിൽ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ജനങ്ങൾ സംശയിച്ചിരിക്കും, ഇത് ജോസഫിന്റെ പുത്രനല്ലേ, എന്തിനാ ഈ കുരുടൻ ദാവീദ് പുത്ര എന്ന് വിളിച്ചിരിക്കുന്നത്, അല്ലേ പാസ്റ്റർ? അതെ അതെ. അവിടെ കടന്നു കഴിയുന്ന പ്രവചന പ്രകാരമായിട്ട് ഇവിടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ ദൈവം ജനിക്കുവാൻ പോകുന്നത് ദാവീദിന്റെ വംശാവലിയിൽ നിന്നാണ്. ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ അപ്പനോ മറ്റുള്ളതായ വ്യക്തികളെയാണ് നമ്മൾ ഇപ്രകാരം പറയുന്നത്. ഇവിടെ യേശുവിൻ്റെ നേരെ മുകളിലുള്ളതായ പിതാവല്ല ദാവീദ്, എങ്കിലും പ്രവചന പ്രകാരം ദാവീദിന്റെ വംശാവലിയിൽ ജനിക്കേണ്ടുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ അവൻ ആ ഒരു വിളിയിലൂടെ നീ മിശികയാണ്, നീ വീണ്ടെടുപ്പുകാരനാണ് എന്ന ഒരു തിരിച്ചറിവിന്റെ പ്രകാരം ആ അർത്ഥത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിട്ട്, നേരത്തെ പാസ് പറഞ്ഞ പ്രകാരം വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവായ യേശുവിന് വേണ്ടി നിലവിളിക്കുകയാണ്. ഓക്കെ, വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തുടരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരുന്നതായിരിക്കും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിൽ വീണ്ടും സ്വാഗതം. ബർത്തിമയുടെ നിലവിളി കേട്ട കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് പ്രതികരിച്ചത് പാസ്റ്റർ? യേശുക്രിസ്തു അവൻ്റെ ശബ്ദത്തിന് മുമ്പാകെ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചിട്ടില്ല. ആ സ്റ്റെപ്പിൽ തന്നെ അവിടെ നിന്നു. അത്ര ആത്മാർത്ഥതയുള്ള വിളിയായിരുന്നു. അതുപോലെ യേശുക്രിസ്തുവിനും ഇവൻ്റെ വിളിയിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്, അവൻ ആവശ്യബോധമുള്ളതാണെന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കുക. എന്നിട്ട് യേശുക്രിസ്തു പറയുകയാണ് അവനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു, അവനെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഭിക്ഷയ്ക്കായിട്ടുള്ള വിളിയല്ല എന്ന് കർത്താവിന് തിരിച്ചറിഞ്ഞു. അപ്പം ബർത്തിമായി എങ്ങനെയാണ് കുരുടനായ ബർത്തിമായി യേശുവിൻ്റെ അടുക്കൽ സമീപിച്ചത്? അവിടെ വചനം നമ്മോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആ ബർത്തിമയുടെ വിളി കേട്ടോടെ നിൽക്കുകയും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് ആരോടോ പറയുകയാണ്. അപ്പോൾ അവിടെ ഉള്ളതായ കൂടുന്നവരൊക്കെയും ആയിരിക്കാം, അവര് പോയി ബർത്തിമായി കണ്ട് പറയുകയാണ്, എടാ ബർത്തിമായി നിന്നെ യേശു വിളിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ വിളി കേട്ട ഉടനെ ആരോ വന്ന് കർത്താവ് വിളിക്കുകയാണെന്ന് പറഞ്ഞ മാത്രയിൽ വചനം പറയുകയാണ്, ബർത്തിമായി തൻ്റെ പുതപ്പൊക്കെയും വലിച്ചെറിഞ്ഞ് കർത്താവായ യേശുവിനടുക്കിലേക്ക് ഓടുകയാണ്. ആ ശബ്ദം കേട്ട ദിശയിലേക്ക് ഒരു ഉദ്ദേശം വെച്ച് രൂപം വെച്ച് ബർത്തിമായി ഉടനെ ലക്ഷ്യത്തേക്ക് ഓടുകയാണ്. അതാണ് നമ്മുടെ വചനം പറയുന്നത്. അപ്പം ബർത്തിമായുടെ ആവശ്യം എന്തായിരുന്നു? അവനൊറ്റ ആവശ്യമുള്ളൂ, ഒരു ചില്ലിക്കാശോ അല്ലെങ്കിൽ അവന് കുറച്ച് പണമല്ല അവൻ ആഗ്രഹിച്ചത്. അവൻ ആഗ്രഹിച്ചത് നാളുകളായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ജന്മത്തിൽ കണ്ണ് കണ്ട് മറ്റൊന്നും കാണാൻ കഴിയാതെ കുരുടനായിരിക്കുന്ന ഇവൻ്റെ കണ്ണിന് സൗഖ്യം വരണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. അവിടെ കർത്താവ് ബർത്തിമയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരയണം? അവന് വേണമെങ്കിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ബെൻസ് കാറോ ഒരു നല്ലൊരു ബിൽഡിംഗ് ഒക്കെ ചോദിക്കാമായിരുന്നു, കർത്താവ് കൊടുക്കും. പക്ഷേ അവൻ്റെ ആവശ്യം അതിലേക്കാളും വലിയതായിരുന്നു. അവന് മറ്റുള്ളവർ ആസ്വദിച്ചതായ ലോകം, അവർ സ്വന്തം കണ്ണുകൊണ്ട് പൂവിനെ കണ്ടു, പക്ഷികളെ കണ്ടു, ഈ ലോകത്തെ മുഴുവൻ അവർ കണ്ടു. ആ കണ്ണ് അല്ലെങ്കിൽ അപ്രകാരം എല്ലാവരും കണ്ട് വിവരിച്ചതായ അവർ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തു, ആകാശം നീലയാണ്, നിന്റെ ഉടുപ്പ് കറുപ്പാണ്,
നിന്റെ ശരീരമൊക്കെയും വെളുപ്പാണ്. ഇത് പറഞ്ഞു കൊടുത്ത അറിവേ അവനുള്ളൂ. വെളുപ്പ് ഏത് കറുപ്പ് ഏതെന്ന് അവൻ അറിയില്ല. അപ്പോൾ കാഴ്ച ലഭിക്കണം, അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എന്നാൽ ഇന്നത്തെ ചില മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേ ഒരു കാഴ്ച കൊടുക്കാനായിട്ട് ഒരു അന്ധനായിരിക്കുന്ന മനുഷ്യനോട് ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുക, അവർ എനിക്ക് കാഴ്ചയൊന്നും വേണ്ട, കാരണം എനിക്കിങ്ങനെ അങ്ങ് പോയാൽ മതി, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ആളുകൾ എന്നോട് സിമ്പതി കാണിക്കും, എനിക്ക് ഒരുപാട് പണം കിട്ടും, കാഴ്ച പ്രാപിച്ചിട്ട് ഒന്നും കിട്ടുന്നതിനേക്കാൾ നല്ല കാഴ്ച പ്രാപിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം കർത്താവായ യേശു ക്രിസ്തു ഈ അടുത്ത കാലത്ത് ഞാനൊരു സർവേ ഇപ്രകാരം, ഒരു മനോരമ വീക്കിലിൽ ഒരു സർവേ ഇപ്രകാരം വന്നു. ഈ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഒരു യാചകന് കുറഞ്ഞത് 1500 രൂപ ഒരു ദിവസം വരുമാനമുണ്ട്. സാധാരണക്കാർക്കില്ലാത്ത വരുമാനം, ഒരു യാചകന് കുറഞ്ഞത് 1500 രൂപ വരുമാനം. അപ്പോൾ ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇന്ന് കാഴ്ച വേണം അല്ലെങ്കിൽ കാഴ്ച തരുവാനായിട്ട് ആരെങ്കിലും കടന്നു വന്നാലോ, ഒരു കണ്ണ് ദാനം ചെയ്യാനോ, ആരെങ്കിലും ഒരു മെഡിക്കൽ ട്രസ്റ്റുകാർ പോയി മുൻപോട്ട് ഇറങ്ങി ചെന്നാലോ ആരും തയ്യാറല്ല. കാരണം കണ്ണ് ലഭിച്ചാൽ അവർ വേല ചെയ്ത് ജീവിക്കേണ്ടതായ അവസ്ഥ. കണ്ണ് ലഭിച്ചില്ലെങ്കിലോ ഒരു ദിവസം വേലയൊന്നും ചെയ്യാതെ 1500 രൂപ വരുമാനം. അപ്പൊ അതൊരു ഇന്നൊരു ബിസിനസ് ആയിട്ട് അത് മാറിയിരിക്കുകയാണ്. അതുപോലെയല്ല ബർത്തിമായി. അവന്റെ ആഗ്രഹം ശക്തമായിരുന്നു. അവൻ കർത്താവിനോട് പറയുകയാണ്, എനിക്ക് കാഴ്ച വേണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അപ്പം ബർത്തിമായിക്ക് കർത്താവായ യേശു ക്രിസ്തു എപ്രകാരമാണ് സൗഖ്യം കൊടുത്തത്? ഇവിടെ ബർത്തിമായിയുടെ സൗഖ്യം അത് വളരെ കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സൗഖ്യം പ്രാപിച്ചവനായിട്ട്. ആ നിമിഷം തന്നെ കർത്താവ് അപ്രകാരം പറഞ്ഞ പ്രകാരം നിന്റെ വിശ്വാസം, അവനറിയാമായിരുന്നു കർത്താവായ യേശുവിന് എന്നെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയും. ബർത്തിമ പറയുകയാണ്, കർത്താവ് എനിക്ക് കാഴ്ച വേണം, എന്നെ കണ്ണു കാണണം, അത്രയുള്ള അവൻ്റെ ആവശ്യം. ആവശ്യം കർത്താവിനോട് പറഞ്ഞ മാത്രമേ കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അപ്പോൾ തന്നെ കാഴ്ച ലഭിക്കുകയാണ്. അപ്പം ആ കാഴ്ച ലഭിച്ച ഉടനെ ബർത്തിമായി എന്ത് ചെയ്തു? അവൻ കാഴ്ച ലഭിച്ചതിന് ശേഷം അവനെല്ലാം ഒന്ന് നോക്കിക്കണ്ടല്ലേ. ആദ്യമായിട്ട് സാധാരണ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന പോലെ മനുഷ്യരെങ്ങനെ ഇരിക്കുന്നത് ഇല്ലേ, കുരുടന്മാർ ആനയെ കാണാൻ പോയ പോലെ അല്ലേ, അവരുടെ ആ അറിവില്ല അല്ലെങ്കിൽ അവരുടെ ആ കാഴ്ച കാണാൻ പറ്റാത്ത ഇതിൽ അവനിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കി എത്ര മനോഹരമാണ് ഞാനിരുന്ന സ്ഥലം, യേശു ക്രിസ്തു, ഇതൊക്കെ അവൻ ചിന്തിച്ച് തുള്ളിച്ചാടി അവൻ അങ്ങോട്ട് പോയി. മറ്റാർക്കും ഒരു കാര്യം, മറ്റാർക്കും ഇല്ലാത്ത ഒരു ഭാഗ്യമാണ് ബർത്തിമായിക്ക്. കാരണം ഇപ്പൊ ഞാനോ നിങ്ങളോ ഈ ഭൂമിയിൽ ജനിച്ചാൽ ആദ്യം നാം കാണുന്നത് ഒരുപക്ഷെ ഡോക്ടർമാരെയോ നഴ്സുമാരെയോ ആയിരിക്കാം. കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത്. ഇവിടെ ബർത്തിമായിക്ക് അവന്റെ ജീവിതത്തിൽ ആദ്യമായി കാണുവാൻ അവസരം ആരെയാണ്? കർത്താവായ യേശു ക്രിസ്തു. അത്ര വലിയ ഭാഗ്യം വേറെ ആർക്കും ലോകത്ത് ഒരു മനുഷ്യനില്ലാത്തൊരു ഭാഗ്യം. അവന്റെ കാഴ്ച, അവന്റെ കണ്ണ് തുറന്ന മാത്രയിൽ അവൻ കാണുന്നത് സൃഷ്ടിതാവായ ദൈവത്തെ തന്നെയാണ്. എനിക്ക് നിങ്ങൾക്ക് ഇല്ലാത്തൊരു ഭാഗ്യം ബർത്തിമായിക്ക് ലഭിക്കുകയാണ്. അതിനുശേഷമാണ് മറ്റുള്ളവരെ കാണുവാനായിട്ട് അവൻ ഇടവരുന്നത്. ഈ ലോകവും അതിന്റെ നിറവും അതിൻ്റെതായ എല്ലാം അവന്റെ മനുഷ്യരെ എല്ലാവരെയും കാണുവാനായിട്ട് ഇടവന്നത്. ഇവിടെ പാസ്റ്റർ നേരത്തെ പറഞ്ഞു, ബർത്തിമായിയുടെ കാഴ്ച കിട്ടിയ ഉടനെ അവൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. എനിക്ക് കാഴ്ച എന്ന കർത്താവായ യേശുവിനെ അവൻ നേരിട്ട് കണ്ട് ഒരുപക്ഷെ അവൻ ആരെങ്കിലും ചെയ്തേക്കാം, ഒരുപക്ഷെ അവനെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ കൊടുത്തേക്കാം. അത്രത്തോളം സന്തോഷവാനാണ് ബർത്തിമായി. കാരണം ജീവിതത്തിൽ മറ്റാർക്കും ഇവ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ണില്ലാത്തവനെ അവന്റെ വില അറിയാം. ഇപ്പൊ നമുക്ക് ആർക്കും ശരിക്കും പറഞ്ഞാൽ കണ്ണില്ലാത്ത അവസ്ഥ നമുക്ക് ആർക്കും അറിയില്ല. എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കാരണം നമുക്ക് കണ്ണുണ്ട്, അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് അറിയില്ല. ഒരു 10 നിമിഷം അതിൻ്റെ വില അറിയണമെന്നുണ്ട്. 2 മണിക്കൂർ കണ്ണൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. കണ്ണൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് നടക്കണില്ല. സാധാരണ നമ്മൾ കുട്ടികൾ കളിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ണൊക്കെ ഒന്ന് കെട്ടി വെക്കുമ്പോഴേ അതിൻ്റെ ആ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇവിടുന്ന് സ്ട്രീറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വഴി അറിയാൻ പറ്റാതെ ബുദ്ധിമുട്ടും, എവിടെയെങ്കിലും കല്ലേ തട്ടി താഴെ വീഴും, ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവനൊരു വിളക്കാണ്. അപ്പോൾ ഇതവന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എത്ര ഭാഗ്യവാനായി. നേരത്തെ അവനെ കൈക്ക് പിടിച്ചവരൊക്കെ പറയും, ഇനി എന്നെ കൈക്കാരും പിടിക്കണ്ട, ഇനി ആര് നിങ്ങളെ എന്നെ എടുത്തുകൊണ്ട് അവിടെ ഭിക്ഷ യാചിക്കാൻ ഇരുത്തണ്ട, എൻ്റെ യേശു എൻ്റെ കണ്ണ് സൗഖ്യമാക്കി, അതുകൊണ്ട് ഞാൻ വളരെ ഭാഗ്യവാനാണ് എന്ന ദൈവസന്നിധിയിൽ നന്ദിയോട് ഓർക്കുകയാണ്. അതെ, അത് മാത്രമല്ല ബർത്തിമായിക്ക് അന്ന് വരെ കെട്ടിൽ വെച്ച് ഏറ്റവും വലിയൊരു ദാനം, ഏറ്റവും വലിയ ഭിക്ഷ അവന് കർത്താവ് കൊടുക്കുകയാണ്. എന്തായിരുന്നു? അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച. അപ്പോൾ അത്രയും ഭാഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് ബർത്തിമായി അവിടെ മാറുകയാണ്. ഇന്ന് നാം പലരും കാഴ്ച ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ കാഴ്ച ഇല്ലാത്തവരായിട്ട് അഭിനയിക്കുകയാണ്, ഒന്നും കാണാത്തവരായി. നാം കണ്ണുണ്ടെങ്കിൽ ഒന്നും കാണുന്നില്ല, കാതുണ്ടെങ്കിൽ നമ്മളൊന്നും കേൾക്കുന്നില്ല. നമ്മൾ കാണുന്നവരായിട്ട് ശരിക്കും നമ്മൾ കാഴ്ചയുള്ളവരായി ലോകത്ത് പ്രവർത്തിക്കണം, ജീവിക്കണം എന്ന് കർത്താവായ യേശു ആഗ്രഹിക്കുകയാണ്. ബർത്തിമായിയുടെ ആഗ്രഹം അങ്ങനെയായിരുന്നു. ഇവിടെ ബർത്തിമായിയുടെ അനുഭവം കൂടെ പാസ്റ്റർ പറഞ്ഞ പ്രകാരം ബർത്തിമായിക്ക് സൗഖ്യം പ്രാപിച്ചു. ആ നിമിഷം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഉടനെ വീട്ടിലേക്ക് ഓടി പോവുകയല്ല അവൻ ചെയ്യുന്നത്, മറിച്ച് ആ കർത്താവായ യേശുവിനെ അവൻ അനുഗമിക്കുകയാണ്. എനിക്ക് കാഴ്ച എന്ന കർത്താവായ ദൈവം, ആ കർത്താവായ യേശു മതി എനിക്ക് പിന്നെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുരുടനായ ബർത്തിമായി
തൻ്റെ പുതപ്പെടുക്കുവാനോ തൻ്റെ പാത്രം എടുക്കുവാനോ പാത്രമുള്ളതായ കുറച്ച് നാണയത്തൊട്ട് പറക്കാനോ ഒന്നും അവൻ പോകുന്നില്ല. തിരിച്ച് ആ കാഴ്ച കിട്ടിയ മാത്രയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കർത്താവായ യേശുവിനെ അവൻ അനുഗമിക്കുകയാണ്. ഇന്ന് കാഴ്ച ഉണ്ടെങ്കിലും നമ്മൾ എത്ര പേരാണ് കർത്താവായ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നത്? നമ്മൾ എത്ര പേരാണ്? നമ്മൾ ഇത്ര കേൾക്കുന്ന എത്രയോ അനേകർ ഇന്ന് നമ്മളെ കേൾക്കുകയാണ്. വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചർച്ച തുടരുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കണ്ണുണ്ടെങ്കിലും അന്ധരാണോ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരുന്നതായിരിക്കും. കാത്തിരിക്കുക. പ്രിയ പ്രേക്ഷകരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ബർത്തിമേയ്ക്ക് സൗഖ്യം ലഭിച്ചു. അവൻ സന്തോഷത്തോടെ ഭവനത്തിൽ പോയി എന്ന് പറയുന്നു. അതിനുശേഷം വേദപുസ്തകത്തിൽ എന്തെങ്കിലും അവനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ പാസ്റ്റർ? ഇവിടെ വചനം നമ്മോട് പറയുന്നത്, ഇവൻ ബർത്തിമായി സൗഖ്യം പ്രാപിച്ചിട്ട് കർത്താവായ ദൈവത്തെ അനുഗമിച്ചു. അപ്രകാരം അനുഗമിച്ചിട്ട് കർത്താവായ യേശുവിൻ്റെ കൂടെ അവൻ അങ്ങ് പോവുകയാണ്. തുടർന്ന് പരാമർശം വളരെ വ്യക്തമായിട്ടും വളരെ അധികമായിട്ടും ഇല്ലെങ്കിൽ തന്നെയും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വിശ്വസ്തനായ ഒരു സാക്ഷ്യമുള്ളവനായി ബർത്തിമായി ജീവിച്ചു. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കോ നിങ്ങൾക്കോ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇന്ന് ലോകത്ത് മറ്റുള്ള വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ് ഒരു നല്ല സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കുവാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? കാരണം കർത്താവായ യേശു എനിക്ക് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. ബർത്തിമയെ സംബന്ധിച്ചാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു അത്ഭുതം അവന് കർത്താവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ അതേക്കുറിച്ച് പറയാതിരിക്കാൻ സാധിച്ചില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമല്ലേ സൗഖ്യം അത്ഭുതങ്ങളെല്ലാം സംഭവിക്കത്തുള്ളൂ. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ അപ്രകാരം അത്ഭുതം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ മുൻപോട്ട് കടന്നു ചെല്ലുകയും ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷ്യമുള്ളവനായിട്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം ഇന്നുള്ള ജനങ്ങൾ വിശ്വാസികളല്ലാത്തത് കൊണ്ടായിരിക്കാം അവരുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കാത്തതും അവരൊരു സാക്ഷിയായി ജീവിക്കാത്തതും, അല്ലേ പാസ്റ്റർ? ഇന്ന് അനേക ആളുകൾക്ക് നന്മ ലഭിക്കാത്തവരാരുമില്ല. ഒരുപാട് നന്മകൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നന്മ സാധാരണ നമ്മൾ പറയാറുണ്ട് പന്നിയുടെ ഒരു സ്വഭാവം. പന്നിയുടെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? പന്നിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം അത് മുകളിൽ നോക്കത്തുള്ളൂ. അതിൻ്റെ തലയ്ക്കൊരു വെടി കിട്ടുമ്പോഴും അടി കിട്ടുമ്പോഴും ബാക്കി മുഴുവൻ താഴേക്ക് നോക്കി നടക്കുന്നു. ബാക്കി മുഴുവൻ സമയം താഴേട്ട് നോക്കി നടക്കുള്ളൂ. പക്ഷെ ശരിയായിട്ടൊന്ന് വെടിവെച്ച് കഴിയുമ്പോൾ മുകളിലോട്ട് ഒറ്റ നോട്ടം. ഇതുപോലെ മനുഷ്യനെ സംബന്ധിച്ചും ആപത്ത് വരുമ്പോഴോ ആവശ്യം വരുമ്പോഴോ മാത്രം ദൈവത്തെങ്കിലും നോക്കും. സമൃദ്ധമായ സുഖകരമായ ജീവിതത്തിൻ്റെ പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവനതെല്ലാം മറന്നു കളയും. ഇന്ന് ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് മനുഷ്യൻ ബോധവാനാണെങ്കിൽ ഇന്ന് ലോകത്തിൽ എന്തുമാത്രം ഐശ്വര്യം ഉണ്ടാകുമായിരുന്നു, എത്രമാത്രം സന്തോഷം ഉണ്ടാകുമായിരുന്നു. പക്ഷേ മനുഷ്യനിതെല്ലാം മറന്നു കളഞ്ഞ് അവൻ്റെ സെൽഫിഷ് അല്ലെങ്കിൽ അവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിൽ മാത്രം നിക്ഷിപ്തമായിട്ട് നീങ്ങുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മളൊരു മേശയ്ക്ക് ചുറ്റും ഭക്ഷണത്തിന് വന്നിരിക്കുന്നു. സാധാരണ ഭക്ഷണത്തിന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കും. ചിലരെന്ത് ആദ്യം എടുത്ത് കഴിക്കും, അവനെ എടുത്തിട്ട് ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കത്തില്ല, കടന്നു പോകും. മനുഷ്യൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മനുഷ്യരുടെ ജീവിതം. എന്നാൽ യഥാർത്ഥമായിരിക്കും ബർത്തിമയെ സംബന്ധിച്ച് അവന് ദൈവം കൊടുത്തിരിക്കുന്ന നന്മ കാഴ്ച ലഭിച്ചു. പിന്നെ അവൻ ഭിക്ഷയ്ക്കല്ല പോകുന്നത്. പിന്നെ ഈ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് എന്നെപ്പോലെ അന്ധന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് യേശുക്രിസ്തുവിന് നിന്നെ സൗഖ്യമാക്കാൻ കൊണ്ട് കഴിയും എന്ന മകൾ സത്യം അവരെ പഠിപ്പിക്കാനാണ് പിന്നീട് തൻ്റെ ജീവിതം. യേശുവിൻ്റെ മഹത്വം, യേശുവിനെക്കുറിച്ചുള്ള വലിയ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അനേകരെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന മഹത്വകരമായ ഒരു ശുശ്രൂഷയാണ് ഈ ബർത്തിമയെ പിന്നെ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. അത് എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിച്ചു തന്നെങ്കിൽ, ദൈവം നമ്മുടെ കരുണ കാണിച്ചെങ്കിൽ ഒരാളെ കൂടെ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ജാതിയാണ്, ഒരു രാജകീയ പുരോഹിത വർഗമാണ്. അപ്പം നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവരാണ് എങ്കിൽ, നന്മകൾ അനുഭവിച്ചവരാണ് എങ്കിൽ നമുക്കത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. യെരമ്യാവ് പറഞ്ഞതുപോലെ അതെൻ്റെ ഉള്ളത്തിലായിരുന്നിട്ട് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അത് ഉള്ളത്തിലിരുന്ന് തീ കത്തും പോലെ എന്നെ അങ്ങ് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നന്മ അനുഭവിച്ചവർക്ക് അത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല.
ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം നമ്മുടെ എക്സാമിനേഷന് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ട് നല്ലൊരു വിജയം ലഭിച്ചു. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സ്നേഹിതന്മാരെ വിളിച്ച് ടെലിഫോണിൽ പറയും, SMS അയക്കും, അതുപോലെ തന്നെ അയൽക്കാരോടെല്ലാം പറയും, സീറ്റ്സുമായിട്ട് അവരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ലഭിച്ച ആ ഉന്നത വിജയത്തെ നമ്മൾ സന്തോഷിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബർത്തിലോമായ്ക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല? ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് കാഴ്ച ലഭിക്കത്തില്ല എന്ന് തൻ്റെ മാതാപിതാക്കന്മാരും സമൂഹവും താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സകല ആളുകളും അത്യുച്ചത്തിൽ പറഞ്ഞപ്പോഴും യേശുക്രിസ്തു അവന് സൗഖ്യം കൊടുത്തു. അവന്റെ ആദ്യത്തെ പ്രവൃത്തി അതാണ് അവൻ കാണിക്കുന്നത്. മറ്റൊന്നും അവൻ ചെയ്യുന്നില്ല. കാഴ്ച കിട്ടിയ ഉടനെ കർത്താവ് യേശുവിനെ കാണുന്നു, ഉടനെ അവൻ അനുഗമിക്കുകയാണ്, അവന്റെ പിറകെ ചെല്ലുകയാണ്, അവനോടുകൂടെ അവന്റെ വേല ചെയ്യുവാനും അവനെ ശുശ്രൂഷിക്കുവാനും ഒക്കെയുമായിട്ട് ബർത്തിമായി സ്വയം തിരഞ്ഞെടുക്കുകയാണ്. അപ്പം നാം ഇന്ന് എപ്രകാരമുള്ളവരാണ്? നാം നന്മകൾ അനുഭവിച്ച് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അപ്പം ഈ ബർത്തിമയുടെ സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് ജനങ്ങളോട് പാസ്റ്ററിന് എന്ത് മെസ്സേജാണ് ഈ അത്ഭുതത്തിലൂടെ നൽകാൻ കഴിയുന്നത്? നമ്മുടെ ഏത് പ്രശ്നമായിരുന്നാലും കാഴ്ചയില്ലാത്തതോ ചെവി കേൾക്കാൻ പാടില്ലാത്തതോ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ എവിടെയാണോ നമുക്ക് ശരിക്കും ആരോഗ്യകരമായിരിക്കുന്ന ഒരു നല്ല അനുഭവമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഈ ബർത്തിലോമായെ പോലെ യേശുക്രിസ്തു നമ്മുടെ മധ്യയുണ്ട്, നമ്മുടെ അരികത്തുണ്ട്. യേശുക്രിസ്തു അങ്ങ് ദൂരെ നിന്നുമില്ല. നമ്മളെ വിളിച്ചാൽ അരികത്ത് നമ്മുടെ അടുത്ത് നമുക്ക് തൊടാൻ പറ്റിയ രീതിയിൽ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ ഉണ്ട്. ആ യേശുക്രിസ്തുവിനോട് കർത്താവേ എൻ്റെ പ്രശ്നം എന്നതാണ്, ഒന്ന് നിലവിളിക്കാൻ, ഒന്ന് യാചിക്കാൻ മനസ്സ് കാണിച്ചാൽ മതി. ഒരാൾ പറഞ്ഞതുപോലെ ഹീസ് ജസ്റ്റ് എ പ്രെയർ അവേ, ഒരു പ്രാർത്ഥനയ്ക്ക് അകലെ മാത്രമാണ്. നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മെ തേടി വരും. അപ്പം നാം നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് നാം തുനിയുമ്പോൾ തീർച്ചയായും നമ്മുടെ ഏത് പ്രയാസമായാലും, കുരുടനായാലും ഏത് പ്രയാസമുള്ളവനായാലും ബർത്തിമായെ പോലെ ജീവിക്കുവാനും സാക്ഷ്യമുള്ളവരായി ക്രിസ്തുവിന് വേണ്ടി ഘോഷിക്കുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിച്ച ഒരു നല്ല വിശ്വസ്ത ജാതിയായി എണ്ണപ്പെടുവാൻ ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കും. അനുഗ്രഹിക്കട്ടെ. വളരെ ഭംഗിയേറിയ ഒരു ചർച്ചയായിരുന്നു പാസ്റ്റർ. ഈ ചർച്ചയുടെ അവസാനമായിട്ട് പാസ്റ്റർ രാജേഷുമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പ്രിയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രകാരം കടന്നു വരുവാനും ബർത്തിമായെക്കുറിച്ച് ചിന്തിക്കുവാനും കർത്താവ് സഹായിച്ചതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. പ്രകാരം ഭാരപ്പെടുന്ന അനേക കർത്താവ് ഞങ്ങളുടെ ഇടയിൽ നിന്നുണ്ടല്ലോ. എൻ്റെ ദൈവം അവരുടെ ശബ്ദം കേട്ട് അവരുടെ വിളി കേട്ട് അവരെ സൗഖ്യപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയാസങ്ങളൊക്കെയും മാറ്റി ദൈവത്തിന് കൊള്ളാകുന്നവരെ അവർ രൂപാന്തരപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണം. വാഴ്ത്തപ്പെട്ട ദൈവമേ, എല്ലാവിധമായ നന്മകളാലും അവരെ നിറച്ച് ദൈവത്തിന് കൊള്ളാകുന്നവരായി ദൈവത്തെ അനുഗമിക്കുന്നവരായി ജീവിക്കുവാനും നല്ല ബർത്തിമായികളായി ഈ ലോകത്ത് അറിയപ്പെടുവാൻ തക്കവണ്ണം അവരൊക്കെയും കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ ദൈവമേ, ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന പാസ്റ്റർ ജോൺ ജോയ്ക്കും പാസ്റ്റർ രാജേഷിനും ഹോപ്പ് ചാനലിൻ്റെ നാമധേയത്തിൽ നന്ദി അർപ്പിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ പ്രോഗ്രാം വീക്ഷിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. വഴിയരികിൽ നിന്ന് നിലവിളിച്ച ബർത്തിമായോട് കർത്താവായ യേശുക്രിസ്തു കാണിച്ച കരുണ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.